വസിക്കുന്ന നമ്മളുടെ ചഞ്ചലമാകുന്ന മനസ്സുകൊണ്ട് അവിടെ ദർശനത്തിന് പാകമല്ല. ഈ മണ്ണിനെ മണ്ണായിട്ടും തൂണ് തൂണായിട്ടും ആകാശത്തിനെ ആകാശമായിട്ടും ജലം ജലമായിട്ടും മാത്രമേ കലിയുഗവാസികളായ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കൂ. നമുക്ക് ഈശ്വരനെ ദർശിക്കണമെങ്കിൽ, ഈശ്വരാധീനമായിട്ട് അടുത്തറിയണമെങ്കിൽ ഒരേയൊരു മാർഗം ക്ഷേത്ര ദർശനമാണ്. ശാസ്ത്രവിധി പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതായ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പ്രവേശിച്ച് നമുക്ക് ആരാധിക്കാൻ പാകപ്പെടുത്തി തന്ന ഐലൂരപ്പൻ്റെ വിഗ്രഹത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. ആ ദീപങ്ങളിൽ പ്രഭയോട് വിടർന്നു നിൽക്കുന്ന ചന്ദ്രക്കലാശോഭിതമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ എത്രമാത്രം അടുത്ത് ആരാധിക്കാൻ നമുക്ക് സാധിച്ചു അല്ലേ? എൻ്റെ വൈലൂരപ്പ എന്ന് വിളിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ആ രൂപം. ഇവിടെയാണ് പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ഈശ്വര ശക്തി. അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? അന്തർലീനം വെച്ചാൽ അടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റത്തില്ല. അതിനൊരു ഉദാഹരണമാണ് ആചാര്യൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ശക്തിയായ വായു. ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വായു എന്ന ശക്തിയെ മനുഷ്യർക്ക് കാണാൻ മാത്രം പറ്റത്തില്ല. പക്ഷെ സത്യമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് നമ്മൾ അല്ലേ? പക്ഷെ നമ്മുടെ കൈകൊണ്ടൊന്ന് വീശുമ്പോഴാണ് ഒരു കാറ്റ് കിട്ടുന്നത് അല്ലേ? വിശറിയെടുത്ത് വീശിയപ്പോഴും കുറച്ചുകൂടെ ശക്തിയിൽ കിട്ടി. ഫാൻ വെച്ച് കഴിയുമ്പോൾ കാറ്റിനെ എളുപ്പം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വര ശക്തിയെ വിഗ്രഹരൂപത്തിലേക്ക് ലയിപ്പിക്കുമ്പോൾ തന്ത്രവേദിയിൽ മന്ത്രപൂർവം ആവാഹിച്ച് ഭഗവാന്റെ ശിവലിംഗ രൂപത്തിലേക്ക് ലയിപ്പിച്ചപ്പോഴാണ് ആ ചൈതന്യമാവുന്ന ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടാൻ സാധിച്ചത്. ഇവിടെ നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ സഫലമാകുന്നതിൻ്റെ പ്രത്യക്ഷമാകുന്ന ഉദാഹരണമാണ് 3000, 2000, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മഹാക്ഷേത്രങ്ങൾ ഇന്നും പ്രൗഢിയോടെ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഉറച്ച വിശ്വാസത്തോടുകൂടി ഭഗവാനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ സന്താന സൗഭാഗ്യവും ജന്മജന്മാന്തരമാകുന്ന സുഹൃതവും ഒന്ന് ചേരുന്നു. ഇങ്ങനെ കൽപ്പാന്ത കാലത്തോളം ലോകത്തിൻ്റെ അനുഗ്രഹ ഹേതുത്വം ദേവാ നീ ഇവിടെ കുടിയിരുന്നാലും കുടിയിരിക്കണം പ്രാർത്ഥിച്ചിട്ടാണ് ആ തന്ത്രി അദ്ദേഹം പ്രതിഷ്ഠ ചെയ്യുന്നത്. നമ്മളെ ഈ ഒരു യുഗത്തിൽ ഒരു 10, 60, 70, 80, 100 താഴെ വരെ പോകുന്ന ഒരു മനുഷ്യപ്പുഴുക്കൾ മാത്രമാണ്. നമ്മുടെ വിചാരം വൈയൂരപ്പൻ നമ്മുടെയാണ്, അമ്പലപ്പുഴ കൃഷ്ണൻ്റെയാണ്, ഗുരുവായൂരപ്പൻ നമ്മുടെയാണെന്നുമല്ല. ഇതൊക്കെ പറഞ്ഞുപോയ കുറേ ആയിരക്കണക്കിന് ജനങ്ങൾ പുറകോട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കുറേ തലമുറകളുണ്ട്. നമ്മൾ അങ്ങനെ ആശ്രയിച്ച് ആ ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ അനുഗ്രഹമായിട്ട് സന്തതികളായിട്ട് നമ്മൾ ആരാധിച്ച് ജീവിക്കുന്നവരാണ്. ഇവിടെയാണ് ഇങ്ങനൊരു പ്രതിഷ്ഠ നടത്തിയാൽ ആ വിഗ്രഹത്തിന് ചൈതന്യം വന്നു ചേരുവാൻ പൂജകൾ നടത്തണം. ഉത്സവാദി ക്രിയകൾ നടക്കുന്നു. നിത്യ കലശാഭിഷേകങ്ങളും അതുപോലെ നവീകരണം പോലുള്ള പ്രക്രിയകൾ നടക്കുമ്പോഴാണ് ദേവന് നമ്മളെ അനുഗ്രഹിക്കാനുള്ള കല വർദ്ധിച്ച് പൂർണ്ണ ചൈതന്യവാനായി തീരുന്നത്. ഒരു വർഷക്കാലയളവിൽ നമ്മുടെ ദേവന് വന്നിരിക്കുന്ന ചൈതന്യലോപത്തെ താന്ത്രികമാകുന്ന ക്രിയകൾ കൊണ്ട് മൂലാധാരത്തിൽ അധിഷ്ഠിതമാകുന്ന ചൈതന്യത്തെ സഹസ്രാരഭസ്മമാകുന്ന തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ഉത്സവം എന്ന് പറയുന്നത്. പല പല വിഷയങ്ങൾ കൊണ്ട് ദേവന് അനുഗ്രഹ കലകൾക്ക് കുറവുകൾ വന്നു ചേരാം. അശുദ്ധി വന്നു എന്ന് പറയാം, അശുദ്ധിയുള്ള പുഷ്പങ്ങളും നിവേദ്യ മന്ത്രങ്ങളിലെ പിഴവുകൾ, കള്ളന്മാരുടെ പ്രവേശനം, മറ്റുള്ള ഭക്ഷിമുഖാദികളുടെ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ദേവന് ചൈതന്യ കലകൾക്ക് ലോകം സംഭവിക്കാൻ അതിനെ താന്ത്രികമാകുന്ന ക്രിയകൾ കൊണ്ട് ഉയർത്തിയെടുക്കുന്നതാണ് ഉത്സവം എന്ന് പറയുന്നത്. നമ്മളുടെയൊക്കെ വിചാരം കുറച്ച് ഘോഷയാത്രകളും മറ്റതും മറിച്ചതും ആടിച്ച് പൊളിച്ച ഒരു ഉത്സവം. നമ്മുടെ വിചാരം അതാണ്. ഈ ഒരു യുഗത്തിലെ പുതിയൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ അതല്ല. ഈ ദേശത്തിൻ്റെ ചൈതന്യം നിലനിർത്തുന്നത് ദേശനാഥനായിരിക്കുന്ന വൈലൂരപ്പനാണ്. വൈലൂരപ്പൻ്റെ ചൈതന്യം നിലനിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾ, ഭൂതശേഖരന്മാര്, ദ്വാസ്തന്മാര്, അഷ്ടദിക്പാലകര്, ഭൂതഗണങ്ങള്, 30 കോടി ദേവതാ സങ്കല്പവും സമ്മേളിക്കുന്നതാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ വിസ്തരിച്ച വിശേഷാൽ മന്ത്രങ്ങളോടുകൂടി പൂജകൾ ചെയ്ത് ഏറ്റവും പ്രൗഢിയിലേക്ക് എത്തിക്കുന്ന നിമിഷമാണ് ഉത്സവം എന്ന് പറയുന്നത്. അത് ദർശിക്കാൻ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ. ഒരു ബഹളം ഇങ്ങോട്ട് വന്നാൽ എല്ലാം നമുക്കെല്ലാം പുറകിൽ പോകാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ പുറകോട്ട് പോകരുത്. ഓരോ ആചാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ
ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ കലിയുഗത്തിൽ അനുഷ്ഠാനം എന്താണ്, ആചാരം എന്താണ്, അതൊരു അറിവുണ്ടാവണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ തന്നെ രാജപ്രൗഢിയോടുകൂടി ഭഗവാൻ എഴുന്നള്ളാൻ പോവുകയാണ്. പരിഷവാദ്യവും പഞ്ചവാദ്യവും മേളവും എല്ലാം സമ്മേളിക്കുന്ന 3 സ്വഭാവങ്ങളിലെ വാദ്യവിശേഷങ്ങൾ കൊണ്ട് ഭഗവാനെ വിശേഷാൽ എഴുന്നള്ളിക്കുകയാണ്. രാജപ്രൗഢിയാണ്. മുറ്റക്കുടയും ആലവട്ടവും വെഞ്ചാമരവും വിളക്കുകളും വാദ്യവിശേഷങ്ങളും താളവാദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദേവപാരിഷദന്മാരോടുകൂടി ഭഗവാൻ എഴുന്നള്ളുമ്പോൾ പരിഷവാദ്യം കൊട്ടണം. ഓരോ ദിക്കിലും പ്രത്യേകമാകുന്ന താളത്തിൽ ദാനമായി നിഷ്കർഷിച്ചിരിക്കുന്നതാണ് പരിഷവാദ്യം. അതുപോലെ തന്നെ ഇന്ദ്രാദി ഗണങ്ങളോടുകൂടി ദേവന്മാരോടൊപ്പം പ്രൗഢിയോടുകൂടി എഴുന്നള്ളിപ്പാണ് ഇടയ്ക്കാപ്രദക്ഷിണമാകുന്ന പഞ്ചവാദ്യം. അതുപോലെ തന്നെ അസുര ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭൂതഗണങ്ങളോടുകൂടി ദേവന്മാരോടുകൂടി എഴുന്നള്ളുമ്പോൾ ചെണ്ട പോലുള്ള വാദ്യങ്ങൾ പ്രയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയാണ്. രാജസമാകുന്നതും സാത്വികമാകുന്നതും രാക്ഷസമാകുന്നതുമായിട്ടുള്ള സ്വഭാവങ്ങളിലെ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ അടുത്തറിയുകയാണ്. ദേവന്റെ ചൈതന്യം ഏൽക്കുവാൻ ഒരു ദേശത്തിൻ്റെ മുഴുവൻ ജനങ്ങളും സകുടുംബസമേതം ഉത്സവക്കാലത്തെത്തിയിരിക്കണം. അതാണ് എല്ലാവർക്കും കൂടി ആ ചെറിയ ശ്രീകോവിലിൻ്റെ വാതിലിൽ കൂടി പ്രതിഷ്ഠ അല്ലെങ്കിൽ വിഗ്രഹം ദർശനം സാധ്യമാകാതെ വരുമ്പോഴാണ് വിശേഷാൽ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രങ്ങളിൽ ചിട്ടപ്പെടുത്തുവാനുള്ള കാരണം തന്നെ. ആ ചൈതന്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ തിടമ്പ് ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കപ്പെടുകയാണ്. ആ സമയത്ത് ദർശനം നടത്തുമ്പോൾ ജന്മജന്മാന്തരമാകുന്ന സുഹൃതം നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുന്നു. എന്തായാലും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സോപാന സംഗീതമാണ് നമ്മൾ പറഞ്ഞു വന്നത്. കലകളിൽ കൂടി ചൈതന്യം പൂജകൾ അർച്ചിക്കുമ്പോഴാണ് ദേവന് ചൈതന്യം ഉയരുന്നതും ഉണരുന്നതും. കലശത്തിൻ്റെ പ്രത്യേകതകൾ തന്നെ അതാണ്. ചൈതന്യമാകുന്ന ദേവകലകളെ സോമൻ പോലുള്ള ഗ്രഹങ്ങളിൽ നിന്നും തന്ത്രിവര്യൻ ആവാഹിച്ച് ജലത്തിൽ ലയിപ്പിച്ചൊരു കുടം നിറയ്ക്കുമ്പോഴാണ് ആ കുംഭത്തിനെ കലശം എന്ന പേര് വിളിക്കുന്നത്. ആ ചൈതന്യമാവുന്ന കലശം ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ കലകളിൽ കൂടി ചൈതന്യം ഉയരുന്നു, ഉണരുന്നു. നിത്യപൂജയ്ക്ക് ആവശ്യം വേണ്ട 3 കലകളാണ് നൃത്തവാദ്യഗീതം. സർവരാജോപചാരത്തോടുകൂടി പൂജകളെ സമർപ്പിക്കപ്പെടുമ്പോൾ ആ പൂജ തുടങ്ങി നിവേദ്യം പൂർത്തിയാക്കി നടയടയ്ക്കുമ്പോൾ അദ്ദേഹം ജപിച്ച മന്ത്രത്തിലുണ്ട്, നൃത്തമിതം വാദ്യമിതം ഗീതമിതം സമർപ്പയാമി എന്ന് പറയുമ്പോൾ ഒട്ടിപ്പാടി സേവ തുടങ്ങും. അവിടെ നൃത്തമിതമായിട്ട് ഭവിക്കുന്ന എന്താണ്? മുദ്രാങ്കിതമാകുന്ന പൂജകൾ. ഒരു കഥ മുദ്രാങ്കിതമാകുന്ന ഒരു കഥയെ മുദ്രകളിൽ കൂടി ചിട്ടപ്പെടുത്തി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന കല നൃത്തമാകുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചെയ്യുന്ന പൂജകളിലെ ദേഹശുദ്ധി മുതൽക്ക് തുടങ്ങി അവസാനം ആരതി ഒഴിഞ്ഞ് കൊട്ടി രക്ഷിക്കുന്ന ഭാഗം വരെയുള്ള മുദ്രാങ്കിതമാകുന്ന പൂജകൾ, വ്യാപകങ്ങൾ, ന്യാസങ്ങൾ, നിവേദ്യാദികളെല്ലാം തന്നെ നൃത്തമിതമായിട്ട് ഭവിക്കുമ്പോൾ വാദ്യം ഇടയ്ക്കാം. ക്ഷേത്രവാദ്യങ്ങളിൽ ഒരേ സമയവും താളവാദ്യവും ഗീതവാദ്യവും ശ്രുതിതന്ത്രിവാദ്യമായി ഉപയോഗിച്ചു വരുന്ന ഏക ക്ഷേത്ര സംഗീത തുകൽവാദ്യവും വാദ്യലോകത്ത് താഴത്ത് വയ്ക്കാത്ത ഒരേ ഒരു വാദ്യവും. ശങ്കചെങ്കില മരന്തിമിലയിലത്താളം കുഴിതാളഡമര് കടുംതുടി കിടുതുടി കരടിക പറകുമ്പ കുഴൽ മദ്ദളമെല്ലാം ക്ഷേത്രവാദ്യങ്ങളാണെങ്കിലും താഴത്ത് വയ്ക്കാം. പക്ഷേ ഈ ഒരു വാദ്യം ഇടയ്ക്കായി കഴിഞ്ഞാൽ ആ വാക്കിന് അന്വർത്ഥമാകത്തക്കവണ്ണം ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് തന്നെ ഇടയ്ക്കയിൽ നിന്ന് ഉത്ഭവിച്ച ഇടയ്ക്ക സ്ഥിതി ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ 2 വട്ടം നടുക്ക് കുറ്റിചേരുമ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പവും 6 ദ്വാരങ്ങളിൽ കൂടി ഇടയ്ക്ക് കോർത്തിരുത്തിയിട്ടുള്ളത് 6 ശാസ്ത്രങ്ങളെയും ഇതിൽ തൂക്കിയിട്ടിരിക്കുന്ന 64 കുഞ്ചലങ്ങൾ പൊടുപ്പുകൾ എന്നാണ് വിളിക്കുക. 64 കലകളെയും ഇവ കെട്ടിയിട്ടുള്ള 4 ജീവക്കോലുകൾ 4 വേദങ്ങളായും കുറ്റിക്ക് 2 പുറമേ കെട്ടിയിട്ടുള്ള 2 ഈർപ്പനനാരുകളെ ജീവാത്മാ പരമാത്മാ ബന്ധവുമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത്രയേറെ ശാസ്ത്രമാവുന്ന ഈ വാദ്യത്തിലൂടെ കൊട്ടുന്ന കൂറുകളും തീറുകളും ആ ശബ്ദങ്ങളാണ് വാദ്യമിതം സമർപ്പയാമി. ഭക്തിക്ക് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് പാടിയർച്ചിക്കുന്ന ഗീതങ്ങൾ അഷ്ടപതി, കേശാദിപാദം, പാദാദികേശം, പള്ളിച്ചുണ്ടുകളെല്ലാം ചേർന്നർച്ചിക്കുമ്പോൾ അത് ഗീതമിതമായിട്ട് ഭവിക്കുന്നു. നൃത്തവാദ്യഗീതം എന്ന തൗരിത്രികമാകുന്ന ത്രികലകളുടെ സംഗമമാണ് ഒരു പൂജയും. ഈ പൂജകളോ
ദേവചൈതന്യം വർദ്ധിക്കുവാനും ആ ചൈതന്യത്തെ ഈ ദേശത്ത് വസിക്കുന്ന ദേശവാസികളായ നമ്മളിലേക്ക് ഏൽക്കുവാനും സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ വരുന്ന ഉത്തമയാമങ്ങൾക്കനുസരിച്ച് ചിട്ട ചെയ്തു വെച്ചിട്ടുള്ളതാണ് പൂജകൾ. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ളൊരു സന്ധ്യയാണ് ഉഷസന്ധ്യ. ആ സമയത്താണ് ആദിത്യ പൂജ, ഉഷപൂജ. ഉദയം കഴിയുമ്പോൾ സൂര്യനെ ഭൂമിയിലേക്ക് എതിരേൽക്കുന്നു. സൂര്യരശ്മി വന്ന് പതിക്കുമ്പോൾ എതിരേറ്റു പൂജ എതിർത്തു പൂജയായും. ഉദിച്ചു 12 അടി നിഴലാകുമ്പോൾ ഒരടി നീളമുള്ള ഒരു വസ്തു കിഴക്ക് ഭാഗത്ത് വെച്ചാൽ നിഴലിൻ്റെ നീളത്തിന് കാണാം 12 അടി നീളം. ആ സമയത്താവും 12 പൂജ. ഉച്ചസ്ഥായിലെ ഉച്ചപൂജ, അസ്തമയം കഴിഞ്ഞാൽ അത്താഴപൂജ. 5 യാമങ്ങൾക്ക് 5 പൂജകൾക്കനുസരിച്ച് ഈ സംഗീതത്തെ കൊട്ടിപ്പാടി സേവയായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. തികച്ചും ഭക്തിയാണ്. ഒരു പൂജാവേളയിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന്റെ നടയണഞ്ഞു കിടക്കുമ്പോൾ ഭഗവാനെ ദർശിക്കാൻ സാധ്യമല്ലാതെ കലിയുഗത്തിൻ്റെ സ്വഭാവമാകുന്ന ഈ ചഞ്ചലത നമ്മുടെ മനസ്സ് ഉഴലുമ്പോഴാണ് ഭക്തി സംഗീതം കേൾക്കുമ്പോൾ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാർഗമായി ഈ സംഗീതം മാറുന്നത്. കുറച്ചു നേരം നമുക്കും ഭഗവാന്റെ ചരിതങ്ങളെയും സ്തുതികളെയും അഷ്ടപതിയും എല്ലാം കൊണ്ട് സ്തുതിക്കാം. ആ സമയത്ത് നിങ്ങൾ ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ സോപാന സംഗീതത്തെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് ആദ്യം പാടുന്നത്. നമ്മൾ ഏതൊരു തേവരെ തൊഴുതാലും നമ്മുടെ കണ്ണടച്ചൊന്ന് നോക്കണം. വൈരൂരപ്പൻ്റെ പൂർണ്ണമാകുന്ന രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞുവോ? നമ്മുടെ വിചാരം നമ്മൾ ഓടി അങ്ങോട്ട് ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുതുകൊണ്ട് അനുഗ്രഹിച്ച് കിട്ടി നമ്മൾ വീട്ടിലോട്ട് പോയി എല്ലാം കഴിഞ്ഞു എന്നാണ്. അങ്ങനെയല്ല. ഒരു നിമിഷം നമ്മൾ ആ ഭഗവാന്റെ ആ കണ്ണുകളൊക്കെ ഒന്ന് നോക്കണം. തൃക്കണ്ണുകളും ചന്ദ്രക്കലയും അതുപോലെ തന്നെ നാഗഭൂഷിതമായിരിക്കുന്ന ഭഗവാന്റെ ആ തിരുവുടലും അതുപോലെ തിരുനാസയും കവിളിണയും ചുണ്ടുകളും ഭഗവാന്റെ ലിംഗരൂപത്തിൽ ചാർത്തിയിരിക്കുന്ന ഭഗവാന്റെ ആ രൂപത്തെ കണ്ണടച്ചൊന്ന് നോക്കുക. നമ്മുടെ ഹൃദയത്തിൽ മുഴുവനും പതിഞ്ഞുവെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നും എൻ്റെ വൈരൂരപ്പ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ചൈതന്യം മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇവിടെയാണ് വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് നമ്മുടെ ഈ ആചാരങ്ങൾ വിജയിക്കുന്നത്. സന്താന സൗഭാഗ്യമൊക്കെ നമുക്ക് വന്നു ചേരുന്നത്. ഇപ്പം ക്രാഫ്റ്റ് പോലുള്ള ഹോസ്പിറ്റലിൽ പോയി 10 ലക്ഷം രൂപയൊക്കെ ചികിത്സ നടത്തി സന്താനങ്ങൾ ഉണ്ടാവില്ല, ദത്തെടുത്തോളൂ എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് മണ്ണാർശാല ഉരുളികമെത്തിയപ്പോഴും വൈരൂരപ്പന് നിർദ്ദിഷ്ട വഴിപാടുകൾ നടത്തിയപ്പോഴും കണ്ണന് വഴിപാടുകൾ നടത്തുമ്പോഴും സന്താനങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ വൈദ്യശാസ്ത്രത്തെക്കാളുപരി നമ്മുടെ ആചാരങ്ങളുടെ വിജയമാണ്. എന്തായാലും കുറച്ചു നേരം നമുക്ക് ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കാം. ഈ ഒരു കേശാദിപാദം പാടുമ്പോൾ വൈരൂരപ്പൻ്റെ പൂർണ്ണമാകുന്ന രൂപം